ജന്തുജാല വൈവിധ്യത്തിൽ വീണ്ടും വിസ്മയമായി പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം. റിസർവിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത 11 ഇനം വ്യത്യസ്ത ജീവിവർഗങ്ങളുടെ സാന്നിധ്യം ഗവേഷകർ സ്ഥിരീകരിച്ചു. സങ്കേതത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ജന്തു സർവേയിൽ 3 പക്ഷികൾ, 4 ചിത്രശലഭങ്ങൾ, 4 തുമ്പി എന്നിവയാണ് പുതിയതാണെന്ന് തിരിച്ചറിഞ്ഞത്. കേരളത്തിലെ മറ്റു വനമേഖലകളിൽ കാണപ്പെടുന്നവയും എന്നാൽ പറമ്പിക്കുളത്ത് ഇല്ലാത്തവയുമാണ് ഇവ. തിരുവനന്തപുരത്തെ ട്രാവൻകൂർ നേച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുമായി സഹകരിച്ച് കേരള വനം വന്യജീവി വകുപ്പാണ് സർവേ നടത്തിയത്. 70ഓളം പ്രതിനിധികളും അത്ര തന്നെ വനം ജീവനക്കാരും പങ്കെടുത്തു. TNHS തമിഴ്നാട് ബട്ടർഫ്ലൈ സൊസൈറ്റി കോയമ്പത്തൂർ, ബാംഗ്ലൂർ ബട്ടർഫ്ലൈ ക്ലബ്ബ്, വിന്റർ ബൽജിത്ത് അസോസിയേഷൻ നീൽഗിരീസ്, തിരുപ്പൂർ നാച്ചുറൽ സൊസൈറ്റി, റോൾ രാജപാളയം, BSB തൃശൂർ, ഗ്രീൻ റൂട്ട് ആലപ്പുഴ, സീക്ക് കണ്ണൂർ, സ്ട്രിയർ നിലമ്പൂർ, നാച്ചർ വർക്കേഴ്സ് ഇക്കോ ക്ലബ്ബ് തൃശൂർ എന്നിവയിൽ അംഗങ്ങളാണ് ഇവ ശേഖരണം നടത്തിയത്. 3 ദിവസം കൊണ്ട് ആകെ 204 ഇനം ചിത്രശലഭങ്ങളെ കടുവ സംരക്ഷണ സങ്കേതത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു. ഇതിൽ 4 എണ്ണം പുതിയതാണ്. നീലഗിരി നാൽക്കണ്ണൻ, തളിർനീലി, ഓഷ്യൻ ബ്ലൂ ബോർഡർ, നാട്ടുപനന്തുള്ളൻ എന്നിവയാണ് ഇവ. ഇതോടെ റിസർവിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ചിത്രശലഭങ്ങളുടെ എണ്ണം 287 ആയി. തെക്കൻ ഗരുഡശലഭം, മലബാർ റോസ്, പുലിവാലൻ, ബുദ്ധമയൂരി, മഞ്ഞ പാപ്പാത്തി, കരിയിലശലഭം, സഹ്യാദ്രി ലെയ്സ് വിങ്, വനദേവത, നീലഗിരി കടുവ എന്നിവയാണ് മറ്റു പ്രധാന കണ്ടെത്തലുകൾ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അനേഷ്യസ്ന മാർട്ടിനിസെലിസ്, പാരഗോംഫസ് ലീനാറ്റസ്, ഡിപ്ലക്കോട്സ്, ലെഫെബ്രിവി, ടൈറ്റമിസ് പാലഡിനർ വിസ്, അഗ്രിയോക്നിമസ് പിയറിസ് എന്നിവയാണ് തുമ്പികൾ. ആകെ 41 ഇനം തുമ്പികളെ കണ്ടെത്തി. ഇതോടെ ആകെ തുമ്പികളുടെ എണ്ണം 54 നിന്ന് 58 ആയി ഉയർന്നു. കോമൺ റോസ്ഫിഞ്ച്, ബ്ലാക്ക് ബുൾബുൾ, വയനാട് ലാംഫിംഗ് ത്രഷ്, ഡിക്കൽസ് ബ്ലൂ ഫ്ലൈകാച്ചർ എന്നിവയാണ് പക്ഷികളിലെ പ്രധാന കണ്ടെത്തൽ. ഇതോടെ ഇതുവരെ ഇവിടെ സാന്നിധ്യം അറിയിച്ച പക്ഷികളുടെ എണ്ണം 295 ആയി മാറി. ആനകൾ, കാട്ടുപോത്ത്, പുള്ളിമാൻ, കലമാൻ എന്നിവയുടെ കൂട്ടങ്ങൾ, പറക്കുന്ന അണ്ണാൻ, വരയൻ കഴുത്തുള്ള കീരി, സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, നീർനായ, മുതലകൾ തുടങ്ങിയ മൃഗങ്ങളെയും ഗവേഷകർ നേരിട്ട് കണ്ടു. സർവേയിലെ കണ്ടെത്തൽ പ്രദേശത്തിൻ്റെ സംരക്ഷണ പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉപയോഗപ്പെടുത്തുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ സുജിത് R പറഞ്ഞു. ഡോക്ടർ കലേഷ് സദാശിവൻ, വിനയൻ P നായർ, ടോംസ് അഗസ്റ്റിൻ, TNHSലെ റിസർച്ച് അസോസിയേറ്റ്സ് അനില മണലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവരങ്ങൾ ക്രോഡീകരിച്ചു. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ R സുജിത്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ C അജയൻ, A വിജിൻ ദേവ്, ബ്രിജേഷ് V, കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണു വിജയൻ എന്നിവർ നേതൃത്വം നൽകി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.